ശ്രീ കെവിൻ പീറ്റർ, മുനമ്പം ഭൂമി വിഷയത്തിൽ ഉടമസ്ഥത കണ്ടെത്തി ശാശ്വത പരിഹാരം സർക്കാരിനുമേൽ നിർദ്ദേശിക്കാനാണല്ലോ ഈ ജുഡീഷ്യൽ കമ്മീഷൻ. ഇതുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമോ? കാരണം ഈ മുനമ്പം നിവാസികൾ കാലാകാലങ്ങളായി സർക്കാരിനടുത്ത് അഭ്യർത്ഥിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവരുടെ റവന്യൂ രേഖകൾ അടക്കം സർക്കാർ തലത്തിൽ ശരിയാക്കി തരണമെന്നുള്ളത്. അവിടെയെല്ലാം മുഖം തിരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ജുഡീഷ്യൽ കമ്മീഷനെ വച്ചിരിക്കുന്നത്. കമ്മീഷന് ഇനി 3 മാസത്തെ കാലാവധിക്കുള്ളിൽ ചെയ്തു തീർക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. പരിമിതമായ ഒരു കാലാവധിയാണ് എന്ന് കമ്മീഷൻ തന്നെ പറയുന്നുമുണ്ട്. അതുകൊണ്ട് ഈ ഒരു കമ്മീഷനെ വെച്ചതുകൊണ്ട് മാത്രം കാര്യങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഇപ്പോ പറഞ്ഞതുപോലെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ഇതാണ് കാര്യം. കേരള പൊതുസമൂഹം രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് ഈ മുനമ്പം ജനതയെ തള്ളുവാൻ സർക്കാരിന് സാധിക്കില്ല. എന്നാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തൃപ്തിപ്പെടുത്തുകയും വേണം. അപ്പൊ അതുകൊണ്ട് രണ്ടു കൂട്ടർക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മീഷനെ വെച്ചിരിക്കുന്നത്. കാരണം സർക്കാർ വിചാരിച്ചത് ഈ ശീതകാല സമ്മേളനത്തിൽ ഈ വഖഫ് നിയമ ഭേദഗതിയിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് ഇവിടുത്തെ കേരളത്തിലെ സർക്കാർ കരുതിയിരുന്നത്. പക്ഷെ അവരുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് ഇപ്പോ അത് നീട്ടിവെച്ചിരിക്കുകയാണ്. അപ്പം അതിലൊരു പരിഹാരം ഉണ്ടാവും, തങ്ങൾക്ക് കൈയെഴുകാം, അന്ന് ആർക്ക് ഒപ്പം വേണമെങ്കിലും നിന്നുകൊണ്ട് ഇരവാദം മുഴക്കാം എന്നുള്ളതാണ് സർക്കാർ കരുതിയിരുന്നത്. അല്ലാതെ ഇപ്പം നേരത്തെ ജയസൂര്യൻ സാറ് പറഞ്ഞതുപോലെ ഇപ്പൊ ക്രിസ്ത്യാനികളാണ് കൂടുതലും ഈ മുനമ്പം വിഷയത്തിലുള്ളത്, അല്ലെ? 400ഓളം കുടുംബങ്ങൾ ക്രിസ്ത്യൻസ് ഉണ്ട്, 200ഓളം കുടുംബങ്ങൾ ഹിന്ദുസ് ഉണ്ട്, അല്ലെ? അപ്പോ ഇവിടെ ഈയിടെ 80:20 എന്ന് പറയുന്ന അന്യായമായ ന്യൂനപക്ഷ സംവരണ അനുവാദത്തിനെതിരെ ഹൈക്കോടതി വിധി പറഞ്ഞിട്ട് അപൂർവങ്ങളിൽ അപൂർവമായി ഒരു സമുദായത്തിന് വേണ്ടി പൊതുഖജനാവിൽ നിന്ന് പണം എടുത്തുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ പരിപൂർണ്ണ സമ്മതത്തോടുകൂടി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ ഉപയോഗിക്കുകയാണ്. അപ്പൊ അതിലുണ്ടായ അമർഷത്തെ ഇതുപോലെ മുനമ്പം ജനതയെ ഇപ്പൊ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് പോലെയാണ് അന്ന് ഇവിടുത്തെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ, സഭാ നേതൃത്വത്തെയും ക്രിസ്ത്യൻ വിശ്വാസികളെയും എല്ലാം തണുപ്പിക്കാനും തൃപ്തിപ്പെടുത്താനും വേണ്ടി ജസ്റ്റിസ് JB കോശി കമ്മീഷൻ എന്ന് പറഞ്ഞു വെച്ചു. എന്തായ അവസ്ഥ? ഇതുവരെ അതിന്റെ കണ്ടെത്തലുകൾ പുറത്തു വന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ അന്ന് ക്രിസ്ത്യാനികളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതുപോലെ ഇപ്പം മുനമ്പത്തുകാരെ, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെ പറ്റിക്കാനായിട്ട് ഒരു കമ്മീഷൻ ഉണ്ടാക്കി വെച്ചിരിക്കും. അല്ല, കമ്മീഷൻ കൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ 3 മാസം കൊണ്ട് തീരുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. അത് വീണ്ടും സമയം നീട്ടി ചോദിക്കും, നീണ്ടുപോകും. അതിന്റെ കണ്ടെത്തലുകൾ പുറത്തു വരാൻ താമസം ഉണ്ടാവും, അതിലൊരു നടപടി ഉണ്ടാകത്തില്ല. ഇപ്പൊ തന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ആ വിജ്ഞാപനത്തിന്റെ ആദ്യത്തെ 1ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്നത്, നിലവിൽ തിരുവിതാംകൂർ സ്റ്റേറ്റിന്റെ ആയിരുന്ന കാലത്തുള്ള 18/1 എന്ന് പറയുന്ന സർവേ നമ്പറിലുള്ള ആധാരങ്ങളുടെ നിലവിലെ സ്ഥിതിയും അതിന്റെ അവസ്ഥയും എല്ലാം പഠിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കി വെച്ചത് ഇവിടെ അന്നുണ്ടായിരുന്ന അച്യുതാനന്ദൻ സർക്കാരാണ്, അതിനുശേഷം ഉണ്ടായിരുന്ന സർക്കാരുകളാണ്. അപ്പൊ അവർ ആ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട് അവരിപ്പോൾ ഈ കമ്മീഷന്റെ തലയിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇവിടെ പഠിക്കേണ്ടത് എന്താണ്? ഇവിടെ പരിശോധിക്കേണ്ടത് ഇവരുടെ ഈ രേഖകൾ മാത്രമാണോ? അല്ല, ഇവിടെ ഫറൂഖ് കോളേജിന്റെ ആ കാലത്തുണ്ടായിരുന്ന മിനിറ്റ്സുകൾ സഹിതം പരിശോധിക്കണം. അവരുടെ യോഗങ്ങളുടെ, അവരുടെ ബോർഡിന്റെ യോഗങ്ങളുടെ മിനിറ്റ്സുകൾ സഹിതം പരിശോധിക്കണം. അതിനകത്ത് ഈ സിദ്ദിഖ് സേഠനുമായിട്ടുള്ള ഇടപാട് എങ്ങനെയായിരുന്നു അവരുടെ യോഗത്തിൽ ആ തീരുമാനം എടുത്തിരിക്കുന്നത്? കാരണം അന്നത്തെ ഫറൂഖ് കോളേജിന്റെ മുഖ്യ അധികാരിയായിരുന്ന KM ജലീൽ സാഹിബായിരുന്നു തോന്നുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥയിലെ ഒരു ഭാഗം പുറത്തു വന്നിട്ടുണ്ട്. 404 ഏക്കറിൽ അവശേഷിക്കുന്ന 151 ഏക്കർ വാങ്ങിയത് 1 ലക്ഷം രൂപ സിദ്ദിഖ് സേഠന് കൊടുത്തതാണെന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ആത്മകഥയിൽ പറയുന്ന കാര്യം സത്യമാണെന്നുണ്ടെങ്കിൽ അക്കാലത്തെ ഫറൂഖ് കോളേജിന്റെ ബോർഡ് മീറ്റിങ്ങുകളിൽ ഈ 1 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനമെടുത്തതും അത് ഏത് വകുപ്പിലാണെന്നുള്ളതും അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ മിനിറ്റ്സുകൾ പരിശോധിക്കണം. കാരണം അവര് ഒന്നും അറിയാത്ത ആളുകളായിരുന്നില്ലല്ലോ. മുസ്ലിം ലീഗിന്റെ നേതാവും കേരളത്തിലെ നിയമസഭാ സ്പീക്കറുമായിരുന്ന CD സാഹിബ് മുതലുള്ള ദീനികളായിട്ടുള്ള ആൾക്കാരായിരുന്നു ഫറൂഖ് കോളേജിന്റെ നേതൃത്വ സ്ഥാനത്ത് ഉണ്ടായിരുന്നത്, അല്ലെ? അപ്പൊ അവർക്ക് വഖഫ് ഭൂമി മറച്ചു വയ്ക്കാൻ പാടില്ല എന്നും അത് കൈമാറ്റം ചെയ്യാൻ പാടില്ലെന്നും അറിയാത്തവരൊന്നും അല്ലല്ലോ. ഇവർക്ക് ദീനീബോധമില്ലാത്തതും 5 നേരം നിസ്കരിക്കാത്തവരും ഖുറാനും ഹദീസുകളും ഒന്നും അറിയാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ ഫറൂഖ് കോളേജിന്റെ ആ സ്ഥാനത്തുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരാൾ പോലുടെയും എതിർപ്പില്ലാതെ ഇത് മുനമ്പത്തെ ജനങ്ങൾക്ക് 35 വർഷം മുമ്പ് 34 ലക്ഷം രൂപയ്ക്ക് 151 ആധാരങ്ങൾ തീർപ്പാക്കി കൊടുത്തിരുന്നെങ്കിൽ അവരിൽ ഒരാൾ പോലും എതിർത്ത് കാണത്തില്ലല്ലോ. അപ്പോൾ ഇത് വഖഫ് ഭൂമി അല്ലാതായതുകൊണ്ടല്ലേ അവരിത് വിൽക്കുവാൻ തീരുമാനമെടുത്തത്, അല്ലെ? ഇവിടെ പറവൂർ മുനിസിപ്പൽ കോടതിയിലുണ്ടായ കേസും അതിനെ തുടർന്ന് ഹൈക്കോടതിയിലെത്തിയതും ഹൈക്കോടതി വീണ്ടും പറവൂർ മുനിസിപ്പൽ കോടതിയിലേക്ക് വിട്ടതും എല്ലാം എങ്ങനെയായിരുന്നു? അതിലെ കക്ഷി ആരൊക്കെയായിരുന്നു? ഫറൂഖ് കോളേജും
മുനമ്പത്തെ ജനങ്ങൾ മാത്രമായിരുന്നു അതിൽ കക്ഷികൾ. അതിൽ ഒരു കക്ഷി ചേർന്നിട്ടില്ലായിരുന്നു ഒരു തരത്തിലും വഖഫായിട്ട്. അപ്പോൾ അതൊന്നുണ്ടായ വിധി എന്താണ്? ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥർ ഫറൂഖ് കോളേജ് ആണ് എന്നുള്ളതാണ് ആ വിധി ഉണ്ടായത്. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ 89-ൽ കോടതിക്ക് പുറത്തു വെച്ചൊരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി. ആ സെറ്റിൽമെന്റ് പ്രകാരമാണ് അന്നത്തെ മാർക്കറ്റ് വില നിശ്ചയിച്ച് 151 ആധാരങ്ങൾ 35 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് ഫറൂഖ് കോളേജ് നടത്തി കൊടുത്തത്. അപ്പൊ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അത് ആ രേഖകൾ അന്നത്തെ നിസാർ കമ്മിറ്റി പരിശോധിച്ചിട്ടില്ല. നിസാർ കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ള കണ്ടെത്തലുകൾ പഠിക്കാനായിട്ടാണ് നിസാർ കമ്മിറ്റിയെ നിയോഗിച്ചത്. ആ നിസാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ എത്തുമ്പോൾ സംസ്ഥാന സർക്കാരിന് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ അന്ന് ഈ പാവങ്ങളെ കുടിയിറക്കുന്നതിന്റെ ഫലമായിട്ട് അതിന്മേൽ ഉന്നയിക്കേണ്ട എന്നുള്ളൊരു നിർദ്ദേശം കൊടുക്കാമായിരുന്നു. അതുണ്ടായില്ല. പകരം ആ ഭൂമിയുടെ മേൽ ഇത് ക്ലെയിം വെക്കുകയാണ് ഉണ്ടായത്. അത് ഒന്നുകൂടെ ഉറപ്പിക്കാനായിട്ട് വഖഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്ന ആളുകൾ ഹൈക്കോടതിയെ സമീപിക്കുകയും അതിന്മേൽ അവരുടെ കരം ചെയ്യുന്നുള്ള തടഞ്ഞുകൊണ്ടുള്ള ആ ഒരു വിധി മേടിച്ചെടുക്കുകയും ചെയ്തു. ആ വിധി എങ്ങനെയാണ് ഉണ്ടായത്? ഇപ്പോൾ പറയുന്നു, ഇപ്പോൾ ജയസൂര്യ സാർ പറഞ്ഞു, മുനമ്പത്തെ ഒരു സമരസമിതിക്കാരനുമായിട്ട് സംസാരിച്ചു, അവർക്കിപ്പോ അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടിയാലെങ്കിലും മതിയെന്നാണ് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത്. ഇതുപോലെ ഒരിക്കൽ നടത്തിയത് ഓർക്കുന്നുണ്ടല്ലോ. ഈ മുൻ സർക്കാരിന്റെ കാലത്ത് വാക്കാൽ അവരോട് കരം സ്വീകരിച്ചുകൊള്ളാൻ റവന്യൂ അധികാരികൾക്ക് നിർദ്ദേശം കൊടുക്കുകയും അതിന് പ്രകാരം കുറെ ആളുകൾ ചെന്ന് കരമടക്കുകയും ചെയ്തു. ആ പാവങ്ങളുടെ കുറച്ച് പൈസ മേടിച്ച് ഖജനാവിൽ ഇട്ടെന്നല്ലാതെ എന്താ ചെയ്തത്? കോടതിയിൽ വീണ്ടും വഖഫ് സംരക്ഷണ സമിതി എന്നപ്പോൾ ഇത്തരത്തിലൊരു ഓർഡിനൻസ് ഉണ്ട്, അത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് പ്രകാരം അവരുടെ കടം ഒരുക്കുന്നത് തടയുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാം കള്ളക്കളി തന്നെയാണ്. ഇപ്പോഴും ഈ പരിഗണനാ വിഷയങ്ങളിൽ ഉള്ളതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ സ്ഥിതി, വ്യാപ്തി ഒക്കെ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതിൽ ഈ ഉടമസ്ഥത സംബന്ധിച്ചുള്ള ഒരു ശാശ്വത പരിഹാരം സർക്കാരിന് നിർദ്ദേശിക്കണം. അതിനാണ് ഈ ജുഡീഷ്യൽ കമ്മീഷൻ എന്നുള്ളത്. താങ്കൾ പറഞ്ഞതുപോലെ ഇത്രയധികം ഈ റവന്യൂ രേഖകളിലടക്കം വലിയ രീതിയിൽ പോരായ്മകൾ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ ജുഡീഷ്യൽ കമ്മീഷൻ ഇനിയും നിലവിലെ ഭൂമിയുടെ സ്ഥിതിയെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും വ്യാപ്തിയെക്കുറിച്ചും ഒക്കെ ഒരു പഠനം ഈ 3 മാസത്തിനുള്ളിൽ തീർപ്പാക്കുന്നത്? ഇല്ല മാഡം, ഇത് ഇവിടെ നടത്തേണ്ടത് ഭൂമിയുടെ അവസ്ഥയും സ്ഥിതിയും അതിന്റെ വിസ്തീർണവും അല്ലല്ലോ ഇവിടെ പ്രശ്നം. അതുകൊണ്ടല്ലല്ലോ പ്രശ്നം ഉണ്ടായിരിക്കേണ്ടത്. ഇവർ നടത്തേണ്ടത് ഇതിനകത്ത് വഖഫ് ബോർഡിന് അവകാശം ഉന്നയിക്കാൻ അധികാരമുണ്ടോ ഇല്ലയോ എന്നാണ് ഈ കമ്മീഷൻ കണ്ടെത്തേണ്ടത്. അല്ലാതെ ആ വിജ്ഞാപനത്തിന്റെ 1-ാം ഭാഗം 1 നമ്പർ ഇട്ടിരിക്കുന്നത് 2 നമ്പർ ഇട്ടിരിക്കുന്നത് പറയുന്ന ഭാഗങ്ങളിലെ കാര്യമല്ല ഇവിടെ അറിയേണ്ടത്. ഇവിടെ അറിയേണ്ടത് ഇത് കൃത്യമായി ഇത് ഫറൂഖ് കോളേജിന്റെ ഭൂമിയാണോ അതോ ഇത് വഖഫ് ഭൂമിയാണോ എന്നാണ് സംസ്ഥാന സർക്കാർ അറിയേണ്ടത്. അങ്ങനെ ഒരു നിർദ്ദേശം വന്നാൽ മാത്രമല്ലേ വഖഫ് ട്രൈബ്യൂണലിനോട് നിർദ്ദേശം കൊടുക്കാനും അല്ലെങ്കിൽ വഖഫ് ബോർഡിന് നിർദ്ദേശിക്കാനുള്ള സാധിക്കുകയുള്ളൂ. അല്ലാതെ അവിടുത്തെ ഭൂമിയുടെ അവസ്ഥയും വിസ്തീർണവും കണ്ടെത്തിയിട്ട് എന്ത് നേടാനാണ്?